സ്റ്റെപ്പ് ഇല്ലേ പിന്നെ ഒരു ചെറിയ സ്കൂട്ടറൊക്കെ ഓടിച്ചു. എന്തോന്നടേ ഇത് പക്കിയ? നീ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ വണ്ടി ഉണ്ടായിരുന്ന വേറെ അറിഞ്ഞാ? ഇല്ലല്ല ഇല്ല. അവരാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ടയോട്ട കാറ്, സ്കൂട്ടർ, വലിയ ട്രാക്ടർ, ആംബുലൻസ് വരെ ഉണ്ട്. ഏത് സ്ഥാനാർത്ഥിയാണ് ആംബുലൻസ് ട്രാക്ടറും ഒക്കെ? നമ്മുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനില്ലേ, മൂപ്പർക്ക് ഒരു ആംബുലൻസ് ഉണ്ട്. ട്രാക്ടറാ? ട്രാക്ടർ ആർക്കൊന്ന് ഊഹിച്ചു നോക്കിയേ. ആർക്കത്? സുരേഷ് ഗോപിക്കായിരിക്കും. സമൂഹ സിനിമ ഉണ്ടാണ് അല്ലേ? പിന്നെ അതിനകത്ത് സുഹാസിനെ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ട്രാക്ടർ അല്ലേ അത്? പിന്നെ സുരേഷ് ഗോപിക്ക് ട്രാക്ടർ മാത്രമൊന്നുമല്ല, 2 കാരവൻ ഉണ്ട്, പിന്നെ ഒരു SUV ഉണ്ട്, വായിക്കൊള്ളാത്ത പേരുള്ള 3-4 വണ്ടിയും കൂടെ ഉണ്ട്. ഈ VK ശ്രീകണ്ഠനും ആംബുലൻസ് മാത്രമല്ല Kia കാരൻസ് ഒക്കെ ഉണ്ട്. പുള്ളിക്കൊപ്പം കട്ടയ്ക്ക് പിടിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, തുഷാർ വെള്ളാപ്പള്ളി. പുള്ളിക്കാണെങ്കിൽ ലാൻഡ് റോവർ, ഡിഫൻഡർ, സ്കോർപിയോ, ഫോർച്യൂണർ, ബലേനോ, 2 XUV ഉണ്ട്. ഇത്രേ വണ്ടിയുണ്ട്. നമ്മുടെ 2 CPM സ്ഥാനാർത്ഥികൾക്ക് താല്പര്യം ഇതിലെ ജീപ്പിനോട്, അതും ജീപ്പ് കോമ്പസ്. അത് നമ്മുടെ ഹൈ റേഞ്ചിലെ പാർട്ടിക്കാർക്കായിരിക്കും. അല്ല, നമ്മുടെ കോഴിക്കോട്ട് പിന്നെ കയറ്റിറക്കങ്ങൾ ഒട്ടുമില്ലാത്ത ആലപ്പുഴയിലെ ശരി. പക്ഷേ ഇപ്പൊ ആർക്കും എല്ലാരും ഇന്നോവ കാറാണ് എടുക്കുന്നത്, ഞാൻ അധികം കണ്ടേക്കുന്നത്. പക്ഷെ അംബാസഡർ ഒന്നും ആർക്കും ഇല്ലല്ലോ. ആ കമ്പനി തന്നെ കാറുണ്ടാക്കല്ലേ നിർത്തി, പിന്നെ ആർക്കിട്ടുണ്ടാക്കാൻ? നിങ്ങൾക്കൊക്കെ തെറ്റി. തൃശ്ശൂരിങ് എടുത്താൽ തൃശ്ശൂർ റൗണ്ടിൽ ഒന്ന് കറങ്ങാൻ നമ്മുടെ VS സുനിൽകുമാറിന് ഒരു അംബാസഡർ ഉണ്ട്. അത് ശരി. പക്ഷെ ഒരു കാര്യമുണ്ടടാ, കാറ് പോയിട്ട് സ്കൂട്ടർ പോലും ഇല്ലാത്ത കുറേ ലോക്സഭാ സ്ഥാനാർത്ഥികൾ ഇത്തവണ നമുക്കുണ്ട്. അറിയോ? C രവീന്ദ്രനാഥ് ഒന്നുമേ ഇല്ല, ആനി രാജ ഇല്ല, ഏറ്റവും രസം രാഹുൽ ഗാന്ധി ഒരു വണ്ടിയില്ല, പിന്നെ നമ്മുടെ തോമസ് ഐസക്ക് അദ്ദേഹത്തിനും വണ്ടിയില്ല, ഒന്നുമില്ല. K രാധാകൃഷ്ണൻ അദ്ദേഹത്തിനും ഇല്ല വണ്ടി. അതല്ല, KPC പ്രസിഡന്റ് K സുധാകരനും BJP അധ്യക്ഷൻ K സുരേന്ദ്രനും ഒരു കാർ പോലും ഇല്ല. എന്തിനാ കാറ്? രണ്ടുപേർക്കും പാർട്ടിയുടെ ഔദ്യോഗിക വാഹനമില്ല. അതെ. ആണോ? ഈ രാജീവ് ചന്ദ്രശേഖരന് അപ്പം ബൈക്ക് മാത്രമേ ഉള്ളൂ? ആണതാ, ഈ 1942 മോഡല് റെഡ് ഇന്ത്യൻ സ്കൗട്ട് ബൈക്ക്. ബൈക്കാണോ? ആ ബൈക്ക്. നാമനിർദ്ദേശ പത്രികയിൽ അതിനിട്ടിരിക്കുന്ന വില എത്രയെന്നറിയോ? 10,000 രൂപ. 10,000 രൂപയുള്ള? അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ഇപ്പോഴത്തെ മാർക്കറ്റ് വില എത്ര രൂപ എന്നറിയാൻ വേണ്ടി വെറുതെ നെറ്റിലും തപ്പി. 18 ലക്ഷം രൂപ മുതലാണ് മുകളിലേക്ക് വില. എടാ പിന്നെ ഈ നമ്മുടെ MP-മാരെ ആയി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ആസ്തിയും കണക്കൊക്കെ കൊടുക്കും. ഇതൊക്കെ പറ്റിക്കലാണ്. ഇവരുടെയൊക്കെ ഭാര്യമാരുടെ സ്വത്ത് നോക്ക്, അതാണോ കോടിക്കണക്കിന് രൂപ വരുന്നത് അറിയോ? പക്ഷെ നമ്മുടെ തോമസ് ഐസക് ഉണ്ടല്ലോ, മാഷ് അടിപൊളിയാണ്, പഴയ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് 9,60,000 രൂപയുടെ 20,000 പുസ്തകങ്ങളാണുള്ളത്. വായനാ സമ്പത്ത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡീൻ കുര്യാക്കോസ് വെറൈറ്റി അല്ലേ? യൂത്ത് കോൺഗ്രസിന് 1.5 കോടി രൂപയുടെ ഓഫീസാണ് അതിന്റെ ആകെപ്പാടുള്ള ആസ്തി. എന്ത് തമാശയല്ലേ ഇതൊക്കെ? എനിക്കൊരു സംശയം. എനിക്കൊരു സ്ഥാപനമുണ്ട്, ഞാൻ ഈ കുറച്ച് കാറുകൾ വാങ്ങുന്നു, ഓഹരി വാങ്ങുന്നു, ഞാൻ ആരുടെ പേര് വാങ്ങും? കമ്പനിയുടെ പേര്. അതല്ലേ സേഫ്? എടാ ശരിക്കും പറഞ്ഞാലേ സ്ഥാനാർത്ഥികൾ പറയും സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അവർക്ക് കാറില്ല, ബൈക്കില്ല, സ്വത്തില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയും. ഇവരിത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ നടത്തുന്ന പ്രചരണം ഉണ്ടല്ലോ, മൈക്ക് വെച്ച് കെട്ടിയിട്ട് വാഹനത്തിൽ നടത്തുന്ന പ്രചരണം, വോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയാലും നാട്ടുകാർ വിശ്വസിക്കില്ല. എല്ലാവർക്കും അറിയാം അത്യാവശ്യം കൈപ്പിടിയുള്ള കക്ഷികളാണ് ഇതെല്ലാം.